പരിശുദ്ധ അമ്മയുടെ മഹനീയ സാന്നിധ്യമുള്ള ഈ തിരുവൾത്താരയിൽ രണ്ടാമതും മാതാവിനെ മഹത്വപ്പെടുത്തുവാൻ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കിയതിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജെയ്മി, ഇതെൻ്റെ മകൻ ആരോൺ. ഞങ്ങൾ സെപ്റ്റംബറിൽ ആദ്യ സാക്ഷ്യം പറയുണ്ടായി. അതിൽ പ്രധാന കാര്യം എൻ്റെ മകൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന, അതായത് ഇതിനേക്കാൾ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ADHD ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. അത് വിശദമായിട്ട് അന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതേ കുട്ടി തന്നെയാണ് ഇപ്രാവശ്യം പബ്ലിക് എക്സാം 10th എക്സാം എഴുതിയ കുട്ടി. സാക്ഷ്യം പറഞ്ഞു പോയതിന് ശേഷം പിന്നീട് സ്ഥിരമായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകളും എല്ലാം സ്ഥിരമായിട്ട് കാണുന്നത് തന്നെയാണ്. അപ്പോൾ പിന്നീടുള്ള അച്ഛൻ്റെ ധ്യാനങ്ങളിലും അതുപോലെ ഡെയിലി ബ്രെഡ് പ്രെയറും ഒക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ കൂടി പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം മെയിനായിട്ടും അവിടെ തന്നെയാണ്. പ്രധാനമായും മലയാളികളല്ല, കന്നഡ, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെ ഉള്ള ഭാഷകളിലാണ് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് പോവുക. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ വളരെ സമയമെടുത്ത് അവരോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ അത്രയും ഇവിടെ പറയാൻ സമയപരിമിതി കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞാണ്, സമയമെടുത്താണ് കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി ആയതുകൊണ്ടാവാം പിന്നീട് അച്ഛൻ്റെ ക്ലാസ്സുകളിൽ നിന്നും അതുപോലെ ധ്യാനത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം എന്നിങ്ങനെ മോണിറ്ററിൽ തെളിയുന്നത് എങ്ങനെയാണോ അതുപോലെ കണ്ണടച്ചാലും ഒരു തോന്നൽ, കണ്ണ് തുറന്നാലും ഇങ്ങനെ ഒരു എഴുതി കാണിക്കുന്ന പോലെ ഒരു ഫീലിംഗാണ് ഉത്തരവാദിത്വം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ ഉത്തരവാദിത്വം? എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു ഭാരം പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു ഭാരം പോലെ. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെ ഒരു ഭാരമാണല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാതാവെ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നേരത്തെ കൂട്ടി 2019-20 കാലഘട്ടത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തു പോകുന്നത്. അത് ഈ കാലം അത്രയും കൃത്യമായിട്ട് ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ ഇക്കാലം അത്രയുമുള്ള ഒരു ഉടമ്പടിയിലുള്ളൊരു പരിചയവും ഒരു എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് വന്നത്, ഇങ്ങനെ പോരാ, അടുത്ത ലെവലിലേക്ക്, അതാണ് ഉത്തരവാദിത്വം എന്നെനിക്ക് മനസ്സിലായി. കാരണം അത് വരാൻ കാര്യം പിന്നീട് ഞാൻ ചെയ്തപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് എൻ്റെ മുമ്പിൽ വന്നു ചേർന്ന ആളുകളെ പറ്റി പറയുമ്പോഴാണ്. അത്ര കാലം സാധാരണക്കാരായ ആൾക്കാരോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്കിലും പിന്നീട് എനിക്ക് കിട്ടിയ ആൾക്കാർ സമൂഹത്തിൽ അല്പം സ്ഥാനമുള്ളവരും ഉയർന്നു നിൽക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ബാംഗ്ലൂർ ഇതുപോലെ പത്രപ്രേക്ഷണ പഠനം നടന്ന സമയത്ത് എൻ്റെ മോൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം എൻ്റെ ഫസ്റ്റ് സാക്ഷ്യവും പ്രധാനപ്പെട്ടതും അവൻ തന്നെയാണ്. അപ്പോൾ ഇവനൊരു സാക്ഷിയാണ്. ഞാൻ മോനെയും കൊണ്ടാണ് പോവാറ് എവിടെ പോയാലും. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, പേപ്പർ കൊടുത്തിട്ട്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് രൂപ എന്നാണ്. അപ്പോൾ അവരൊരു അനാഥയായ പെൺകുട്ടിയാണ്, പക്ഷേ ഹിന്ദുവാണ്. പക്ഷേ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ആ ലേഡി എന്നോട് മാതാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ മാതാവിനെ പറ്റി സുവിശേഷം എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് തീരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോരാ എന്നുള്ള ബോധ്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഉത്തരവാദിത്തം എന്ന് വീണ്ടും എൻ്റെ മനസ്സിലവിടെ തെളിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയത് ഇങ്ങനെയാണ്, റെസ്പോൺസിബിൾ മിഷനറി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ബോധ്യം. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇതുപോലെ ഞാൻ സംസാരിച്ച വ്യക്തി ഒരാൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു. അപ്പോൾ എനിക്കിതറിയില്ലായിരുന്നു ഞാൻ സംസാരിക്കുന്ന ഇയാളോടാണെന്ന്. പക്ഷേ അദ്ദേഹം ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്ന കേട്ടിട്ട്, ഞാൻ പറയുന്ന പകുതി കന്നഡയും പകുതി ഇംഗ്ലീഷും ഒക്കെയാണ്, എനിക്ക് അത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ല എങ്കിൽ പോലും അത് കേട്ടിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഒരു പള്ളിയിലാണ് ഞാനിത് കൊടുക്കുന്നത്. അദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഇത്ര നേരം പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്ക് കുറേയൊന്നും മനസ്സിലായില്ല, പക്ഷേ എങ്കിലും ചിലതൊക്കെ മനസ്സിലായി, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, സാർത്ഥക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാർത്ഥക് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെതായ മതത്തിൻ്റെ പുരോഹിതനാണ്. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടി, കാരണം ഞാനൊരു സാധാരണ ആളാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഏത് മതമായാലും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. വിളിച്ചു ചേർക്കപ്പെട്ടവരല്ലേ പുരോഹിതന്മാരാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിക്കാനുള്ള ശക്തിയും കഴിവും എനിക്കുണ്ടോ മാതാവേ, അതിനുള്ള വിവേകം എനിക്കുണ്ടോ മാതാവേ എന്ന് ഞാൻ ആ നിമിഷത്തിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. അത്രയും ചിന്തിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പറഞ്ഞതൊക്കെ കന്നഡ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോഴും എന്താണ് പേരെന്ന് കന്നഡത്തിൽ ചോദിക്കാനൊന്നും അറിയില്ല.
പക്ഷേ അദ്ദേഹം വളരെ തൃപ്തനായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം പൂജാരിയാണെങ്കിൽ പോലും വളരെ നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. അപ്പോൾ എനിക്കതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹം മാതാവിനെ പറ്റിയിട്ടുള്ള സുവിശേഷം എന്നോട് പറയുകയും എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. വളരെ അനുഗ്രഹപ്രദമായ ഒരു നിമിഷമായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരുമായിട്ടും റെസ്പോൺസിബിളായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് പോയത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് അങ്ങനെ അധികം ബോധേഡല്ല. കാരണം നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം അത് തക്ക സമയത്ത് തക്ക രീതിയിൽ അത് നിവർത്തിക്കപ്പെടും. എൻ്റെ ജീവിതാനുഭവം അങ്ങനെ ആയതുകൊണ്ട് നമുക്കതിനെപ്പറ്റി വലിയ ബോധരക്ഷനില്ല. പക്ഷേ എങ്കിലും അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ മകൻ പരീക്ഷ അടുത്ത് വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രധാന പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. എനിക്ക് ആ സമയത്ത് കൃത്യമായി ആ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിൽ കിട്ടിയത് മുഴുവൻ യുവാക്കൾ പിള്ളേരെ ആയിരുന്നു. അപ്പം ബാംഗ്ലൂരൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒത്തിരിയേറെ ജോലിയുടെ പ്രഷറുകളും പഠിത്തത്തിൻ്റെ പ്രഷറുകളും കൊണ്ട് വലയുന്ന ഒത്തിരിയേറെ പിള്ളേരെ നമ്മൾക്ക് കാണാൻ പറ്റും. അവർക്ക് ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ, അവർക്ക് കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ല മറ്റെന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും. പക്ഷേ അതിനൊരു ഇൻസ്റ്റൻറ്റ് പവറേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ദൈവാശ്രയമാണ് ഈ പ്രായത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ദൈവാശ്രയം നേടിയെടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ പഠിച്ച് ആ ഒരു മോട്ടിവേഷനിൽ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നൊന്നിനെയും പറ്റി ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വായിലൂടെ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു മകൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും, എനിക്ക് ഭാഷ അറിയില്ലാത്ത ആൾക്കാർ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പം പറഞ്ഞത്, മാതാവിൻ്റെ ഒരു മെസ്സേജ് പോലെ തോന്നുന്നു സിസ്റ്റർ, താങ്ക് യു. നമ്മളെ മലയാളികളെക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് ആണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുക. എന്തായാലും അവർ കൃത്യമായിട്ട് അത് ആ മാതാവിൽ നിന്നുള്ള മെസ്സേജ് അവർക്ക് ലഭിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയോടും നമ്മൾ സംസാരിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനവിടെ പത്രം കൊടുത്ത ആ രൂപ എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് ഞാൻ കാണാനിടയായി. ആ വ്യക്തി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ അവരെ ഓടി വന്ന് എൻ്റെ ബാഗ് തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഇതുപോലെ അവരോട് മാതാവിനെ പറ്റി പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇവിടുത്തെ പള്ളിയെപ്പറ്റി സംസാരിച്ചിരുന്നല്ലോ. അവരത് ഓർത്ത് വെച്ചിട്ട് അവരുടെ ബാഗിനകത്ത് നിറച്ചും ഇവിടുത്തെ പത്രമാണ്. സോ ഞാൻ മനസ്സിലാക്കിയത് പ്രേക്ഷിത പ്രവർത്തനം നെക്സ്റ്റ് ലെവലിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അവിടെ ഉള്ളവർ പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുത്ത് അവരും പത്രങ്ങൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, പരിശുദ്ധ മാതാവിൻ്റെ ഓൺലൈൻ വഴിയായിട്ട് അവർ പ്രാർത്ഥന എത്തിക്കുകയും പരിശുദ്ധ കൃപാസന മാതാവിന് പ്രെയർ റിക്വസ്റ്റ് ഇടുകയും മാതാവിനെ കൃത്യമായി മനസ്സിൽ ധ്യാനിച്ചും മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ചും മാത്രം മുന്നോട്ട് ജീവിച്ച അവരിന്ന് ഒരു ഹോട്ടലിൻ്റെ ഉടമയാണ്. അവർ പുതിയതായിട്ടൊരു ഹോട്ടൽ തുടങ്ങി അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ വെളിച്ചപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവർക്കും വലിയ സന്തോഷമാണ്, അവരും അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. നമുക്ക് വർദ്ധിച്ച ഉത്തരവാദിത്തം, മിഷണറി, റെസ്പോൺസിബിൾ മിഷണറി എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മകൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉള്ളതാണല്ലോ, പിന്നെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊന്നും ഭാരപ്പെടേണ്ട കാര്യങ്ങളല്ല, നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം അത് ദൈവം തന്നോളും. പക്ഷേ ഏത് വഴിക്കുന്ന നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ദൈവം നമുക്ക് തരും എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പം എക്സാം എടുക്കും തോറും സാധാരണ കുട്ടികളെ പോലെ ഒരു ടെൻഷനും ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആൾ കാണിച്ചു. അപ്പോൾ എനിക്കും ഒരു ഇതുണ്ടായി. ഞാൻ ആലോചിച്ചു, മാതാവേ എന്താണ്, നീ അവനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം, ഇന്നത് എന്ന് ഇത്ര എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവിടുന്ന് ഒരടയാളം കൊടുത്ത് ഈ മകനെ ഈ പ്രായത്തിൽ എനിക്ക് അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം തമ്പുരാനെ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മാതാവെ അവിടുന്ന് സഹായമാകണമേ എന്ന് പ്രാർത്ഥിച്ചു. വളർന്നു വരുന്ന യുവതലമുറ ഇതല്ലാണ്ട് മറ്റെന്താണ് നേടേണ്ടത്? എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കാനേ ആഗ്രഹമുള്ളൂ, അതിന് ഒരു അടയാളം നീ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വിഷയം വിട്ടു. പിന്നെ എക്സാം എഴുതാൻ കയറിയ പോകുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഒക്കെ കൃത്യമായിട്ടും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ ഔഷധമാണ്. അപ്പോൾ അത് തന്നെ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നു. വേറൊന്നും നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരു എക്സാമിൻ്റെ തലേദിവസം പാനിക് അറ്റാക്ക് പോലെ വന്നു. പാനിക് അറ്റാക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നതിനെ ഗ്യാസ്പ് ചെയ്യുന്ന ഞാൻ കണ്ടു. ഉടനെ ഞാൻ പോയി ചെയ്തത്, ഗ്യാസ്പ് ചെയ്യുന്ന കണ്ടപ്പോഴേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ശാന്തമായിട്ടിരുന്നു. വേഗം നടന്നു പോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പെടുത്തു, തേനും എടുത്തു, തൈലം നെറ്റി തൊട്ട് കൊടുത്തു, ഉപ്പും തേനും വായിൽ സേവിക്കാൻ കൊടുത്തു. അത് ഇവന് പരിചയമുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും പെട്ടെന്ന് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്, എൻ്റെ മോനും കിട്ടിയത്.
പെട്ടെന്ന് അവൻ ശാന്തമായി. പിന്നെ എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, കൂടുതലായിട്ടൊന്നും ഇനി പഠിക്കണ്ട, കൂടുതലായിട്ടൊന്നും ഇനി നോക്കണ്ട, മനസ്സ് ശാന്തമാകാൻ സഹായിക്കണമേ എന്ന് മാത്രം മാതാവിനോട് പ്രാർത്ഥിക്കുക. ആരാണ് എക്സാമിന് കയറുന്ന സമയത്ത് ഞാൻ ചെയ്തത്, ലീവ് എടുത്തു. ഞാൻ പത്രമായിട്ട് എൻ്റെ പ്രധാന പ്രവർത്തനം അതുതന്നെയാണ്. പത്രം എടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങി. അന്നേ ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇറങ്ങി എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. മറ്റ് ഭാരങ്ങളൊന്നും ഓർക്കാതെ ഈ കാര്യങ്ങൾ എന്താ പറയുക, ഈ മറ്റുള്ളവരോട് പറയാനും അവരെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അന്ന് ആ സമയങ്ങൾ ഉപയോഗിച്ചു. വേറെ ഒന്നിനെപ്പറ്റി ഞങ്ങൾ ഭാരപ്പെട്ടില്ല. പരീക്ഷയുടെ മാർക്കുകൾ കണക്കൂട്ടിയില്ല, ഒന്നും ചെയ്തില്ല, ഇങ്ങനെ പോന്നു. പക്ഷേ ഈ എക്സാം എഴുതുന്ന സമയങ്ങളിൽ, സ്റ്റഡി ലീവിൻ്റെ സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മോനോട് പറയുമായിരുന്നു, എൻ്റെ മനസ്സിൽ തെളിയുന്നത് 90 എന്നാണ്. 90. ആൾക്ക് സാധാരണ ഒരു 65, 60 ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ വലിയൊരു മാർക്ക് ഫോക്കസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ തെളിയുന്നത് 90. അത് ഞാൻ ഈ കുട്ടിയോട് മാത്രം പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത് ഈ കുട്ടിക്കുള്ളൊരു അടയാളമായിരിക്കണമേ, അവിടുന്ന് സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് പറയുന്നത്. വേറെ ആർക്കും ഇതിനെപ്പറ്റി അറിയണ്ടായില്ല. അപ്പോൾ ഇവൻ എന്നെ കളിയാക്കി, പിന്നെ 90, ഞാൻ ഈ ഏത് റേഞ്ചിലാണ് നിൽക്കണമെന്നുള്ളത് അറിയാമല്ലോ. കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് പല കുട്ടികൾക്കും പേപ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനുള്ള ഒരു കഴിവ് കുറവുള്ളൊരു കുട്ടിയാണ്. അപ്പം മാർക്ക് കുറയും. സ്വാഭാവികമായിട്ടും എഴുതി പിടിപ്പിക്കുന്നതിനല്ലേ മാർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന പല കുട്ടികളെയും ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തന ഇടയ്ക്ക് ഞാൻ കാണുകയുണ്ടായി. ഇപ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആത്മീയ ജീവിതവും ഇതുപോലെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണക്റ്റഡായിട്ട് ആ തക്ക സമയത്ത് വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കണക്റ്റഡായി വന്നു. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൽ കണ്ട ആളുകളും ഇതേ സമാനമായ രീതിയിൽ പോകുന്ന ആളുകളാണ്. അപ്പം എൻ്റെ മനസ്സിലൂടെ, എന്നിലൂടെ മാതാവ് അവരോട് സംസാരിക്കുമ്പം ഇതേ ബോധ്യം തന്നെ എനിക്കും വരും, ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത്. അപ്പോൾ അതേ കാര്യം തന്നെ ഞാൻ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, എനിക്കിങ്ങനെയാണ് കാണുന്നത്, അത് നമ്മളൊന്നും ചോദിച്ചിട്ടല്ല, പക്ഷെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മാർക്ക് നിനക്ക് മാതാവ് തരും, ഇത് മതി നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ധൈര്യപ്പെട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ച് തള്ളിവിട്ടു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് 90% മാർക്ക്. അപ്പോൾ ഇവന് ഒരു ഞെട്ടലായി. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷി ആയോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിലും ഇതിനൊരു കറക്റ്റ് നമ്പറിലേക്കൊന്നും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചല്ലോ, മാതാവിന് നന്ദി എന്നവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിൻ്റെ സാക്ഷ്യമായിരിക്കണം, കാരണം നിനക്കാണ് അടയാളം കിട്ടിയിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അവനുണ്ടായ അനുഭവത്തെപ്പറ്റി അവനൊരു 2 വാക്ക് ഞങ്ങളോട് പറയും. എൻ്റെ പേര് ആരോൺ. ഞാൻ അമ്മ പറഞ്ഞ പോലെ എനിക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാലും അത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അത് എക്സാമിലായാലും ശരി, ടെസ്റ്റ് പേപ്പറിലായാലും ശരി. പക്ഷേ ടീച്ചേഴ്സ് പറയും, പേരൻറ്റ്സ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ടീച്ചേഴ്സൊക്കെ പറയും, ഇവ നല്ലപോലെ പഠിക്കുമല്ലോ, പക്ഷേ പരീക്ഷയുടെ സമയത്തൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഡിപ്രഷൻ അടിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും സാരമില്ല, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. അന്നേരമാണ് എൻ്റെ ഈ ബോർഡ് എക്സാം വരുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് എൻ്റെ 2 മോഡൽ എക്സാമിന് എനിക്ക് 60-65% ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അടുത്ത് ഇനി ബോർഡ് എക്സാം ആണല്ലോ. അപ്പോൾ എനിക്ക് വല്ലാതെ പേടിയായി. അപ്പോഴാണ് ഈ സ്കൂളുകാർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്യൂ ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ പാനിക് അറ്റാക്ക് തോന്നി. അമ്മ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഒന്നും അറിയില്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞു, കുഴപ്പമില്ല, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വിശ്വാസം കൈ പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് എൻ്റെ പൗച്ചിനകത്ത് ഉപ്പുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തലയിൽ തൈലം തൂത്തിട്ടാണ് പോയത്. അപ്പോൾ അന്നേരം ഞാൻ പരീക്ഷാ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോഴേക്കും ആരും അറിയാതെ ആ പൗച്ചിൽ നിന്ന് ഇച്ചിരി ഉപ്പെടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ എതിരെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. അതിനൊന്നൊരു പ്രത്യേക ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ എക്സാമിലും അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ എനിക്ക് ഉള്ളിൽ എല്ലാ എക്സാമിനും കുഴപ്പമില്ലാതെ എഴുതിയ പോലെ തോന്നി. പക്ഷേ ഈ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ 13-ാം തീയതിയാണ് എക്സാമിൻ്റെ റിസൾട്ട് കിട്ടിയത്, ബോർഡ് എക്സാമിൻ്റെ. അപ്പോൾ അതിനൊക്കെ മുമ്പ് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം അറിയാലോ, 60-65% കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് ഉടനെ തന്നെ 90 കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു എന്തോ പോലെയായിരുന്നു. എനിക്ക് പേടി തോന്നി, എനിക്ക് അത്രയും കിട്ടുമോ ഇല്ലയോ. പക്ഷെ മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം
അത് ശരിക്കും പറയാമല്ലോ, ഞാൻ ശരിക്കും ഒരു ഈ ഒരു കണ്ടീഷന് ADHD ഉള്ള എനിക്കിത് ഇത്രയും മാർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്, ഫോക്കസിങ് കുറവാണ്. അത് കാരണം എനിക്ക് ഗ്രാസ്പ് ചെയ്യാനും ഭയങ്കര പാടാണ് പഠിക്കുന്നതല്ല. പക്ഷേ ഇത്രയും മാർക്ക് കിട്ടിയപ്പോൾ എൻ്റെ വിശ്വാസം ഊർജിച്ചു. അങ്ങനെ എനിക്ക് മാതാവിൽ വിശ്വസിക്കാനുള്ള ഒരു ചാൻസ് മാതാവ് ഇതിലൂടെ എനിക്ക് കാണിച്ചു തന്നു. മാതാവ് എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളന്ന് മാർക്ക് കിട്ടിയപ്പോൾ അനുസരിച്ച് ഞങ്ങൾ എല്ലാവർക്കും മെസ്സേജ് ഇട്ടപ്പോഴും പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞ ഒറ്റ ഒരു വേർഡേ ഉള്ളൂ. അച്ഛൻ നമ്മൾക്ക് സ്ഥിരമായിട്ട് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ, ഇറ്റ്സ് നോട്ട് ബൈ മൈ മെറിറ്റ്, ഇറ്റ്സ് ഓൺലി ബൈ ഹിസ് ഗ്രേസ്. അപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് ലൈനാണ് എല്ലായിടത്തും പോയത് ഞങ്ങൾ പറഞ്ഞത്. അന്ന് തൊട്ടേ സുവിശേഷം അറിയിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഞങ്ങൾ എല്ലാവരോടും വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇതായിരുന്നു ഞങ്ങളുടെ ഹിസ്റ്ററി, പിന്നെ ഇതായിരുന്നു. എങ്കിലും എല്ലാവർക്കും അറിയാം 90% എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ഞാൻ കോട്ട് ചെയ്തിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത്, മകൻ്റെ വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊക്കെ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ, മാതാവെ അവനെ ഒരു സാക്ഷിയാക്കണം. അപ്പോൾ എനിക്കൊരു ഒരടയാളം അല്ലെങ്കിൽ മകനൊരടയാളം. അപ്പോൾ നമ്മൾ പറയുന്നത് മാതാവ് തരുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര ആ ഒരു കൃത്യത മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ. കാരണം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞത് 90% ഞാൻ അവനോട് പറഞ്ഞത് 90% റിസൾട്ട് വന്നപ്പോഴും അത് 90% ആ ഒരു കൃത്യത മാതാവ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യത മാത്രം, ആ ഒരു അടയാളത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ 90% കാര്യം എടുത്തു പറഞ്ഞത്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രായത്തിൽ മക്കൾ ദൈവാശ്രയ ബോധം എന്ന ഒറ്റ ഫോക്കസിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി നന്ദി പറയുന്നു. തക്ക പ്രായമാകുമ്പോൾ ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയായിട്ടാണ് എൻ്റെ മകൻ നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ വേറൊന്നും നേടാനില്ല. രണ്ടാമത്തെ ഒരു ചെറിയ കാര്യമായിരുന്നു, ഒരു പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്. അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടുന്ന പാർട്ടിക്ക് വരാനുണ്ടാകുന്ന താമസവും, അപ്പോൾ അവർ വരാനുണ്ടാകുമ്പം ഇവിടുത്തെ ലീവുകളും കാര്യങ്ങളും അതുപോലെ ഒഫീഷ്യൽ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ എൻ്റെ വസ്തുവിൽ ചെയ്തതുപോലെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണോ പ്രതിസന്ധികളാണോ അതിനെ മാതാവേ ദൈവമേ അവിടുന്ന് പരിഹരിച്ച് അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളോ അല്ല തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഇടത കൊടുക്കാതെ, നമുക്കൊരു മോശമായ ഒരു കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരേണ്ടുന്ന ഒരു സാഹചര്യമോ ലജ്ജാകരമായ അവസ്ഥകളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാകാതെ, അതെല്ലാം ആ തക്ക സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ തക്ക സമയം ഇവരെ ക്ഷമിക്കാനുള്ള കഴിവ് ഇപ്പം തന്നെ ചെയ്തതാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില്ല. പണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുവാനും, ദൈവത്തിൻ്റെ സമയം എപ്പോഴാണോ ആ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉള്ള കൃപയും ക്ഷമയും സഹനവും നമ്മൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തുടർന്നു പോകുമ്പോൾ ലഭിക്കുന്നുണ്ട്. പുതിയതായി ഒന്നും തന്നെ ഞങ്ങളങ്ങനെ നിയോഗങ്ങളായിട്ട് വെക്കാറില്ല. ഇനിയുള്ളതിൻ്റെ സാക്ഷ്യങ്ങളാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പുതിയ തലങ്ങളെ ഉണ്ടായിരിക്കുക. കാരണം അനുഭവങ്ങൾ പുതിയതാണ്, നിയോഗങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷേ എങ്കിലും എല്ലാത്തിലും, എല്ലാ പ്രതിസന്ധിയിലും, എല്ലാ ബുദ്ധിമുട്ടുകളിലും കൈപിടിച്ച് നടത്തുന്ന ദൈവമാണെന്നുള്ള ഉറപ്പ് ബോധ്യമുള്ളതുകൊണ്ട് ഒന്നിനെയും പ്രതി തകരാനോ ഭാരപ്പെടാനോ ഉള്ള കാര്യമില്ല എന്ന് ഉറച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ തുടർന്നും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, അതുപോലെ പ്രയറുകൾ, കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ബാംഗ്ലൂരാണ് ചെയ്യുന്നത്, ഇവിടെയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടും കാര്യങ്ങൾ, മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്നാരെന്നൊന്നുമില്ല, നമ്മൾക്ക് മുന്നിൽ ഇറങ്ങുമ്പോൾ കാണുന്ന ആരെയാണോ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അറിയുന്നവർക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയുടെ പ്രതിഫലനമാണ് ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യങ്ങൾ. എപ്പോഴും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലയത്തിനുള്ളിൽ നിന്ന് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മളെ തേടി വന്നോളും എന്നുള്ളതാണ്. അപ്പോൾ കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ടുണ്ടാവും. ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും മുടക്കുന്ന പരിപാടിയില്ല. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും അത് തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ കുർബാന ഞങ്ങൾ ബേസിക്കലി ജേക്കോബൈറ്റ്സ് ആണ്, കാത്തലിക്സ് അല്ല. എങ്കിലും ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ പോകാറുണ്ട്. പിന്നെ കുമ്പസാരം, അതുപോലെ ജപമാല എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ജപമാല ഉണ്ടായിരിക്കും. ജപമാല മുഴങ്ങാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബത്തിലില്ല.
എനിക്കറിയാം, ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചതുകൊണ്ട് ജപമാലയൊക്കെ എനിക്കറിയാം, അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ്. മാതാവിൻ്റെ കൈ പിടിക്കുന്നത് പോലെയാണ് ജപമാല ചൊല്ലിത്തുടങ്ങുമ്പോൾ. അപ്പോൾ അത് ജപമാല മുഴങ്ങുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാതാവിൻ്റെ കൈ പിടിച്ചൊരു എഫക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ അത് എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബത്ത് അത് മുഴങ്ങിയിരിക്കും ജപമാല. അതുപോലെ കുടുംബ പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ദൈവം തന്നു നടത്തിയ എല്ലാ വഴികൾക്കും പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിനും അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവറ്റവനാണ് ദൈവം. 2 കൊറിന്ത്യൻസ് 9:8 ദൈവം കൃപയുടെ ഉറവിടമാണ്. സമൃദ്ധമായി കൃപയും അനുഗ്രഹവും നൽകുവാൻ കഴിവുള്ളവനും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല മറ്റ് സത്കൃത്യങ്ങൾ ചെയ്യുവാൻ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഉടമ്പടിയിൽ ദൈവം നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നും ഉറപ്പ് നൽകുകയാണ്. ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അറിയാത്തവരെ അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും നമ്മളറിയാതെ തന്നെ ഓരോ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വശിക്കുകയാണ് ദൈവം. നമ്മുടെ പ്രശ്നങ്ങൾക്കും രോഗാവസ്ഥകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീടെല്ലാം മറ്റു കാര്യങ്ങളിലാണ് നാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന, നമ്മുടെ കുറവുകൾ മാറി സമാധാനവും സന്തോഷവും ആത്മവിശ്വാസവും ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. പരിശുദ്ധമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തം വരാനിരിക്കുന്നു, വരാൻ പോകുന്നു എന്നൊരു മെസ്സേജുമായിട്ടാണ് അമ്മ വന്നത്. ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിലും 9-0 എന്ന് കാണിച്ചു കൊടുത്തപ്പോഴും മകൾക്ക് മനസ്സിലായില്ല എന്താണ് എന്ന്. ജയമി മനസ്സിൽ എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. പിന്നീട് മകൻ്റെ റിസൾട്ടിനെ പറ്റി 60-70% സാധാരണ ലഭിക്കാറുള്ളത്. 90 സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരു നമ്പർ, അതും പ്രതീക്ഷിച്ചില്ല. പക്ഷെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൻ പറഞ്ഞത് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് കാശുരൂപവും ഒക്കെ മുറുക്കെ പിടിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ഈ മകന് ബോർഡ് എക്സാമിന് പോയത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടുമായിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ലഭിക്കുമെന്ന പൂർണ്ണ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആത്മീയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ മകളുടെ ജീവിതത്തിലും കൂടുതലും ആത്മീയതയിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് തക്ക സമയത്ത് തക്ക രീതിയിൽ ഈശോയും അമ്മയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുകയും പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ്റെ തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും തക്ക സമയത്ത് തന്നെ ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നൽകി ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ അനുഗ്രഹവും നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടമ്പടി നല്ല സത്കൃത്യങ്ങൾക്കായി കാരുണ്യ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുവാനും ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും, തക്ക സമയത്ത് ശരിയായ രീതിയിൽ നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് പൂർണ്ണമായി ആഗ്രഹിച്ചുകൊണ്ടും അനുഗ്രഹം മറ്റുള്ളവർക്കായി നമുക്ക് ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കായി പങ്കിട്ടുകൊണ്ടും 2 കൊറിന്ത്യൻസ് 9:8 പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതിയെന്നാണ്. കിട്ടുന്ന അനുഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 21:6 പറയുന്നത് അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണ്ണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ കൊണ്ട് പൂർണ്ണതയിലെത്തുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് കൂടുതൽ ആനന്ദിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ജെയ്മി ജേക്കബിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.